നഴ്സിംഗ് ഡയറക്ടറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിരവധി കുട്ടികൾ ചോദിക്കാറുണ്ട്, ഗവൺമെന്റ് സീറ്റ് മാത്രമല്ലാതെ, അതായത് LB സീറ്റുകളല്ലാതെ തന്നെ വേറെ ഏതൊക്കെ രീതിയിലാണ് നമുക്ക് മാനേജ്മെന്റ് സീറ്റിൽ പ്രവേശിക്കാൻ സാധിക്കുക എന്നുള്ളത്. അതിനെക്കുറിച്ചുള്ള ഏതാനും ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ കേരളത്തിൽ നിരവധിയായിട്ടുള്ള മാനേജ്മെന്റ് അസോസിയേഷനുകൾ നിലവിലുണ്ട്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ കോളേജുകളുടെ എണ്ണമുള്ള ഒരു മാനേജ്മെന്റ് അസോസിയേഷനാണ് PNC MAK അഥവാ പ്രൈവറ്റ് നഴ്സിംഗ് മാനേജ്മെന്റ് അസോസിയേഷൻ ഓഫ് കേരള. അപ്പോൾ PNC MAKയിൽ കഴിഞ്ഞ വർഷത്തെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 50ഓളം വരുന്ന നഴ്സിംഗ് കോളേജുകളാണ് ഈ ഒരു അസോസിയേഷനിൽ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഒറ്റ ആപ്ലിക്കേഷൻ വഴിയാണ് നമ്മൾ ഈ പറഞ്ഞ 50 കോളേജുകളിലേക്കുമുള്ള അഡ്മിഷൻ പ്രവേശനം നടത്തപ്പെടുക. അപ്പോൾ ഇതിന്റെ ആപ്ലിക്കേഷൻസ് ഓൺലൈനായിട്ടാണ് ഉണ്ടാവുക. കേരളത്തിൽ +2 റിസൾട്ട് അനൗൺസ് ചെയ്ത് ഏകദേശം ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെയായിരിക്കും ഇതിന് നോട്ടിഫിക്കേഷൻസ് വരിക. അപ്പോൾ നമുക്കറിയാവുന്നതുപോലെ തന്നെ ഏകദേശം 20-ാം തീയതിയോടുകൂടി തന്നെ അല്ലെങ്കിൽ സെക്കൻഡ് വീക്ക് കഴിയുമ്പോൾ നമുക്ക് കേരളത്തിലെ +2 റിസൾട്ടുകൾ വരികയും അത് കഴിഞ്ഞതിന് ശേഷം ഏകദേശം ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ മിക്കവാറും നോട്ടിഫിക്കേഷനുകൾ ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ആ നോട്ടിഫിക്കേഷൻ വരുന്നതനുസരിച്ച് നമുക്ക് ഇതിന്റെ ഓൺലൈനായിട്ട് അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. കഴിഞ്ഞ വർഷത്തെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 800 രൂപയായിരുന്നു ആപ്ലിക്കേഷൻ ഫീസായിട്ട് നൽകേണ്ടതായിട്ട് വരിക. അപ്പോൾ നമ്മൾ PNC MAKന്റെ ആപ്ലിക്കേഷൻസ് നൽകുമ്പോൾ +2 മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അതുപോലെ തന്നെ ഇംഗ്ലീഷ്, അങ്ങനെ 4 സബ്ജക്റ്റുകളുടെ മാർക്കുകളാണ് പരിഗണിക്കപ്പെടുക. അപ്പോൾ ഈ മാർക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റുകൾ പബ്ലിഷ് ചെയ്യപ്പെടുക. ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, PNC MAKയിൽ കഴിഞ്ഞ വർഷങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ CBSE, ICSE തുടങ്ങിയുള്ള മറ്റുള്ള സിലബസിൽ പഠിച്ച കുട്ടികൾക്ക് 10% ബോണസ് മാർക്കുകളും നൽകാറുണ്ട്. അതുകൊണ്ട് തന്നെ CBSE, ICSE കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് വളരെയധികം ബെനിഫിറ്റ് കിട്ടുന്ന ഒരു അസോസിയേഷൻ, ആകെയുള്ള ഒരു അസോസിയേഷൻ PNC MAK ആണ്. അതായത് ഏകദേശം 90% മാർക്കുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ 10% ബോണസ് മാർക്ക് കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 99% മാർക്ക് ക്രൈറ്റീരിയയിലായിരിക്കും നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റുകൾ പരിഗണിക്കപ്പെടുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു ബെനിഫിറ്റ് PNC MAK അസോസിയേഷൻ വഴി നൽകും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും കാര്യം ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇവിടെ മാനേജ്മെന്റ് സീറ്റ് ആയതുകൊണ്ട് തന്നെ നേറ്റിവിറ്റി ഇല്ലാത്ത കുട്ടികൾക്ക്, അതായത് കേരളൈറ്റ് അല്ലാത്ത കുട്ടികൾക്കും അപേക്ഷിക്കാനുള്ള സാഹചര്യം ഉണ്ട് എന്ന് കൂടെ മനസ്സിലാക്കുക. മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ റിലീജിയൻ ബേസിസിലോ വേറൊരു രീതിയിലോ തരംതിരിവുകൾ ഉണ്ടാവുകയില്ല. ആർക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ പറഞ്ഞ അസോസിയേഷനിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. എല്ലാവർക്കും ഈക്വൽ ചാൻസ് ആയിരിക്കും ലഭിക്കുക. +2 മാർക്കിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കും ഇതിന്റെ മാർക്കുകളും റാങ്കുകളും നിർണ്ണയിക്കപ്പെടുക. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏകദേശം 50ഓളം വരുന്ന കോളേജുകൾ ഉണ്ടെങ്കിലും നമുക്ക് ഒരു തവണ 10 കോളേജുകൾ മാത്രമായിരിക്കും ഓപ്ഷൻസ് ആയിട്ട് നൽകാൻ സാധിക്കുക. അപ്പോൾ ഒരു അലോട്ട്മെന്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് റീഷഫിൾ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അഥവാ നിങ്ങൾക്ക് അഡ്മിഷൻസ് ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ, ഒരു കോളേജിൽ അഡ്മിഷൻ അലോട്ട്മെന്റ് ലഭിച്ചു കഴിഞ്ഞാൽ 10,000 രൂപ ടോക്കൺ ഫീ അടച്ച് നെക്സ്റ്റ് വീക്കിൽ തന്നെ കോളേജിൽ ചെന്ന് റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ, റാങ്കിന്റെ അടിസ്ഥാനത്തിൽ, അതുപോലെ കോളേജുകളുടെ പ്രയോറിറ്റി വെച്ചിട്ട്, ക്വാളിറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ സെഗ്രിഗേറ്റ് ചെയ്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കോളേജുകളിൽ നിങ്ങൾക്ക് അഡ്മിഷൻസ് എടുക്കാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അത് വളരെ വ്യക്തമായിട്ട് കോളേജുകളെ കുറിച്ച് മനസ്സിലാക്കുക. കോളേജുകളെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം റാങ്കിന്റെയും മാർക്കിന്റെയും അടിസ്ഥാനത്തിൽ ഏറ്റവും മികച്ച കോളേജുകളിലേക്ക് അഡ്മിഷൻസ് നേടുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഞാൻ പലപ്പോഴും കാണാറുള്ളൊരു കാര്യം, കുട്ടികളെ ഒരു പക്ഷേങ്കിൽ അക്ഷയ സെന്റർ വഴിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും കമ്പ്യൂട്ടർ സെന്റർ വഴിയായിരിക്കും അഡ്മിഷൻസ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് നൽകുക. അപ്പോൾ ഒരു പക്ഷേങ്കിൽ അവിടെയുള്ള ആൾക്കാരുടെ കേട്ടുകേൾവി വെച്ചിട്ടുള്ള കോളേജുകളൊക്കെ ആയിരിക്കും ഒരു പക്ഷേങ്കിൽ നൽകുക. അപ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത്, നല്ല ടോപ്പ് റാങ്കിങ്ങിലുള്ള കോളേജുകൾ അഡ്മിഷൻ നേടുവാൻ ഉതകുന്ന മാർക്കുള്ള കുട്ടികൾക്ക് പോലും ഏറ്റവും ബേസ് ആയിട്ടുള്ള കോളേജുകൾ, ഏറ്റവും താഴത്തെ ലെവലിൽ കിടക്കുന്ന കോളേജുകളൊക്കെ ആയിരിക്കും ഏറ്റവും ആദ്യം വെക്കുകയും എത്രയും വേഗം അവിടെ അഡ്മിഷൻസ് ലഭിക്കുകയും ചെയ്യുക. അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഏറ്റവും പ്രയോറിറ്റി വെച്ചിട്ട് ഏറ്റവും റാങ്കിങ് കൂടുതലുള്ള കോളേജുകളിൽ തന്നെ അഡ്മിഷൻസ് നേടുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങൾ നഴ്സിംഗ് ഡയറക്ടറിന് അതിനുള്ള ഹെൽപ്പ് ലൈൻ നമ്പർ ഉണ്ടാവുന്നതാണ്. നിങ്ങൾക്ക് അതിനുള്ള ഗൈഡൻസ് കാര്യങ്ങൾ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ പറയുന്ന പോലെ ഓരോ അലോട്ട്മെന്റുകൾക്ക് ശേഷവും 10,000 രൂപ ടോക്കൺ ഫീ അടയ്ക്കുകയും അതുപോലെ നെക്സ്റ്റ് വീക്കിൽ, അതിന്റെ അടുത്ത ആഴ്ച തന്നെ കോളേജിൽ ചെന്ന് ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകളും ബാക്കിയുള്ള ഫസ്റ്റ് ഇയർ ഫീസും നമ്മൾ നൽകി കോളേജിൽ അഡ്മിഷൻ എടുക്കേണ്ടതായിട്ടുണ്ട്. മിക്കവാറും വരുന്ന കുട്ടികൾ ചോദിക്കുന്ന ഒരു സംശയമാണ്, PNC MAK വഴി മാനേജ്മെന്റ് സീറ്റിലേക്ക് അപേക്ഷിക്കുമ്പോൾ നമ്മൾ ഡൊണേഷൻ കൊടുക്കണമോ എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ഡൊണേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ മെറിറ്റ് അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കും ഇവിടെയും അഡ്മിഷൻസ് നടത്തപ്പെടുക. അതുകൊണ്ട് തന്നെ യാതൊരു കാരണവശാലും നിങ്ങൾ ഡൊണേഷൻ നൽകണ്ട എന്നുള്ളതും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക.
അതുപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അഡ്മിഷൻ അലോട്ട്മെന്റ് ലഭിച്ചു കഴിഞ്ഞാൽ 10,000 രൂപ നിങ്ങൾ ടോക്കൺ ഫീ അടച്ചില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വരുന്ന അടുത്ത അലോട്ട്മെന്റുകൾ നിങ്ങളെ പരിഗണിക്കപ്പെടുകയില്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു കംപ്ലീറ്റ് ഈ PNCM ആക്ടിന്റെ അലോട്ട്മെന്റ് പ്രോസസ്സ് നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് നീക്കം ചെയ്യുന്നതായിരിക്കും. അഥവാ നിങ്ങൾക്ക് ഈ കോളേജിൽ അലോട്ട്മെന്റ് ലഭിച്ചു, നിങ്ങൾക്ക് ആ ഒരു കോളേജ് അത്ര പോരാ, കുറച്ചും കൂടെ ബെറ്റർ കോളേജുകളിലേക്ക് അടുത്തതായിട്ട് നോക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ 10,000 രൂപ ടോക്കൺ ഫീ അടച്ച് അടുത്ത അലോട്ട്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അടുത്ത അലോട്ട്മെന്റുകൾ വേറെ കോളേജുകൾ വെക്കുമ്പോൾ ആ കോളേജുകൾ ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ പഴയ കോളേജുകളിൽ വന്ന് റിപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ആ അലോട്ട്മെന്റ് നഷ്ടപ്പെട്ട് പക്ഷേ പുതിയതായിട്ട് ഫ്രഷ് ആയിട്ട് തന്നെ ആയിരിക്കും അടുത്ത അലോട്ട്മെന്റിലേക്ക് നിങ്ങൾ പ്രവേശിക്കുക. അപ്പോൾ അലോട്ട്മെന്റ് ലഭിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ 10,000 രൂപ ടോക്കൺ ഫീ അടച്ച് മുന്നോട്ട് അതിൻ്റെ പ്രോസസ്സ് കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്നും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ ഇതിൻ്റെ ഓരോ ഘട്ടത്തിലും നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള അപ്ഡേറ്റുകൾ ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് വഴിയും അതുപോലെ തന്നെ ചാനൽ വഴിയും നിങ്ങൾക്ക് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ താല്പര്യമുള്ള കുട്ടികൾക്ക് ഫ്യൂച്ചർ നഴ്സിംഗ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇതുകൂടാതെ തന്നെ ഉടൻ തന്നെ കേരള ഗൈഡൻസിൻ്റെ ഒരു ഹെൽപ്പ് ലൈൻ ഗ്രൂപ്പും കൂടെ നമ്മൾ ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഗ്രൂപ്പ് വഴി നിങ്ങൾക്കുള്ള ആപ്ലിക്കേഷൻ പ്രോസസ്സുകൾ വ്യക്തമായിട്ട് ഓരോ കോളേജുകളെ കുറിച്ച് മനസ്സിലാക്കാനുള്ള വിവിധങ്ങളായിട്ടുള്ള ഗൂഗിൾ മീറ്റ് ക്ലാസ്സുകൾ, അതുപോലെ തന്നെ ഈ പറയുന്നത് പോലെ ഓരോ കോളേജുകളെ കുറിച്ചും നിങ്ങളുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കോളേജുകൾ ഓപ്ഷൻസ് നൽകാനുള്ള സാഹചര്യങ്ങൾ ഇതെല്ലാം ഞങ്ങൾ ഹെൽപ്പ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ വരുന്ന ദിവസങ്ങൾ അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾ അറിയിക്കുന്നതാണ്. അപ്പോൾ ഏകദേശം നിങ്ങൾ PNCMAK എന്ന് പറഞ്ഞ അസോസിയേഷനെ കുറിച്ചും അതിൻ്റെ പ്രോസസ്സിങ് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കോളേജുകൾ നിങ്ങൾ അഡ്മിഷൻസ് എടുക്കേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല ഈ പറയുന്നത് പോലെ CBSE ICSE സ്റ്റുഡൻസിനെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ നല്ലൊരു ബോണസ് പോയിന്റ് ആണ് നമ്മൾ PNCMAK വഴി അപേക്ഷിക്കുമ്പോൾ ലഭിക്കുക. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായി ഉടൻ തന്നെ കാണാം. നന്ദി.